ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സതീശൻ്റെത് ഒരു യു ടേൺ ആയിരുന്നോ അതോ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപനമായിരുന്നോ? സർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് സർ. ഈ മദ്യത്തിലേക്ക് ഈ സർക്കാരുകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? മദ്യം ഒരു കറവപ്പശുവാണ്. ഇവർക്കൊക്കെ നിലനിൽപ്പ് വേണമെങ്കിലും അഴിമതി നടത്തണമെങ്കിലും മദ്യത്തിൽ കൂടി പണം വരണം. മദ്യവും ചൂതാട്ടവുമാണ് കേരളത്തിന്റെ ശാപം. മദ്യം നിരോധിക്കാനൊന്നും സാധിക്കത്തില്ല. പക്ഷെ ഈ ഫസ്റ്റിലത്തെ മന്ത്രിസഭയിലോ അല്ലെ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിലോ ഈ മദ്യത്തിന്റെ കാര്യം പുറപ്പെടുവിക്കാൻ ഇദ്ദേഹത്തെ ഒരാള് പറഞ്ഞു. XY ആര് ഭരിച്ചാലും ഏത് മുഖ്യമന്ത്രി ആയാലും ഈ മദ്യത്തിന്റെ കാര്യത്തിൽ എന്താ ഇത്ര ഇവർക്ക് ധൃതി? കാരണം മദ്യത്തിൽ കൂടി കറവ പശുവായ അതിൽ കൂടി മുതലെടുക്കാനാവും, അഴിമതി നടത്തുവാനാവും. പിന്നെ യു ടേൺ പല സംഭവത്തിലും എടുക്കേണ്ടി വരും. ഉപസമിതി പല സംഭവത്തിലും ഇനി ഒരുപാട് ഉപസമിതികളെ കേരളത്തിൽ നമുക്ക് കാണാം. കാരണം തന്നെ ഇപ്പൊ പാർട്ടിയിൽ തന്നെയാണല്ലോ എതിർപ്പ് വരുന്നത്. AICC ജനറൽ സെക്രട്ടറി VM സുധീരൻ, മന്ത്രിമാർ, ഇവരെല്ലാവരും പറയുന്നല്ലോ ഞങ്ങൾക്കാർക്കും അറിയില്ല. അപ്പോ പിണറായി പോയതിനു ശേഷം മറ്റൊരു ഏകാധിപതിയാണോ ഈ വന്നതെന്നും ഇപ്പം സംശയിക്കേണ്ടി വന്നിരിക്കുകയാണ്. അത്രേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഷാജിയാണ് എരുമേലിയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടിയെ? കിരൺ സാറേ, ഞാൻ സ്ഥിരമായിട്ട് പൊതുവേദി കാണുന്ന ഒരാളാണ്. ശരി. സ്ഥിരമായിട്ട് അന്ന് തുടങ്ങിയ കാലം ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്, എന്നും കാണുന്നുണ്ട്. ഞാനിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഇപ്പൊ 42% നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം ബീച്ച് അത് 60 ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇന്നൊരു കൂലിപ്പണിക്കാരന് 1000 രൂപയ്ക്ക് അവൻ പണി ചെയ്ത് വന്നിട്ട് 250 ഷെയർ ഇട്ട് അടിക്കുന്നു. അതവനിപ്പോ വീര്യം കുറഞ്ഞടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആകത്തില്ല, വീണ്ടും 250 ഇടുന്നു. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അവന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, സർക്കാർ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ 60% ആക്കുക എന്നുള്ളതല്ല. 60% വീര്യം കൂട്ടുക എന്ന് ഞാൻ പറഞ്ഞു, കുറയ്ക്കരുത്. അവിട്ടും അത് കൂട്ടുക എന്ന് വെച്ചാൽ 60% ഒക്കെ ആക്കുവാണെങ്കിൽ ഈ സാധാരണക്കാരന് കുറച്ച് പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം അവനൊന്ന് അടിക്കുവാണെങ്കിൽ താങ്കളുടെ പരിഹാര നിർദ്ദേശിച്ചിട്ട് കടന്നുപോയി ശ്രീ ഷാജി. ഇപ്പോ 40% എന്ന് പറയുന്നത് ലോകത്തെ മദ്യത്തിന്റെ വീര്യം 40നെ ചുറ്റിപ്പറ്റിയാണ്. 60% ഒക്കെ ഉള്ള മദ്യമുണ്ട്. പക്ഷേ ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളിൽ മദ്യത്തിന് സാധാരണഗതിയിൽ നിശ്ചയിക്കുന്ന ഒരു വീര്യം അങ്ങനെയാണ് 40-42 എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ കുറഞ്ഞു പോയാൽ താങ്കളുടെ ഒരു ഐഡിയ അങ്ങനെ പറഞ്ഞു. എന്തായാലും കൊള്ളാം. ഓരോരുത്തർ ഓരോ തരത്തിലുള്ള വീട്ടിൽ കൊണ്ടാൻ പൈസ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നു. ശരി, അതെ, വീട്ടിൽ കൊണ്ടുപോകാൻ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ. പിന്നെ മദ്യം വില കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ കാണില്ലേ? അങ്ങനെ കുറച്ച് കൊടുത്തിട്ട് വീര്യമില്ലല്ലോ. ശരി, മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് കിരൺ സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇത് രണ്ടാം പ്രാവശ്യത്തെ ചർച്ചയാണ്. അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നെ ആദ്യം വളരെ ഉത്സാഹമായിട്ടും ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ഒരാളെ അറിയിക്കാതെ പെട്ടെന്നൊരു പോക്ക് പോയിട്ട് മംഗലാപുരം പോയി അവിടെ ചെന്ന് അത് ഇങ്ങനെ ഒരാളെ പഴയ ഒരു മന്ത്രിയുടെ കുടുംബക്കാരനെ കാണാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് വക്കാടിയ കമ്പനിയെ കണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.